നമസ്കാരം. ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. നമ്മൾ 2025 വർഷം അവസാനിച്ച് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. 2026ലേക്ക് കടക്കുന്ന നിമിഷങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നൊരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. ആ ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഈ യാത്രയുടെ ഇടയിൽ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തി മണ്ഡലം അടിപൊളിയാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ പ്രവൃത്തി മണ്ഡലം എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വലിയ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ല കാര്യം എന്ന് പലരും എന്നോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണോ അതിൽ നമ്മൾ മാക്സിമം അതിൽ കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകണം. അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. പ്രത്യേകിച്ച് നമ്മൾ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, നമ്മൾ നിർബന്ധമായും ആ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കഴിവുകൾ കൂട്ടി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരായിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയാവട്ടെ 2026 തുടങ്ങൽ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസ നൽകുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം പറഞ്ഞു നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആദ്യം എടുക്കേണ്ടത് വയർമാൻ പെർമിറ്റ് ആണ്. നിങ്ങൾക്ക് വയർമാൻ പെർമിറ്റ് എടുക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. യോഗ്യത കുറവുള്ള ആളുകൾക്ക് യോഗ്യത എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾ ആ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഹയർ സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആ പെർമിറ്റ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് C ക്ലാസ്, B ക്ലാസ് അങ്ങനെയുള്ള ലൈസൻസുകൾ നേടാം. അതേപോലെ തന്നെ നമ്മുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങുകൾ നമുക്ക് പ്ലാൻ ചെയ്ത് അതുവഴി നമ്മുടെ നിലവാരം ഉയർത്താൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ മേഖലയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ പൂർണ്ണമായും 100% കമ്മിറ്റഡ് ആയിട്ട് 100% ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്കും നമ്മളെ ഫ്രണ്ട്സ് അക്കാദമിയെ നിങ്ങൾക്ക് വിളിക്കാം. അതിനു വേണ്ടിയിട്ട് 100% സഹായവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷം നമ്മൾ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.